Hi everyone, welcome to yet another episode of Travel. ഗൈസ് നമ്മളിപ്പോൾ ഊട്ടിയിലാട്ടോ. ഊട്ടിയിൽ രാവിലെ തന്നെ ഡിയർ പാർക്ക് കാണാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ നടക്കാതെ ഞങ്ങൾ തിരിച്ചു വന്നേക്കാണ്. ഡിയർ പാർക്കിൽ മാനുകളൊന്നുമില്ല. ഊട്ടിയിലിപ്പോൾ വർഷത്തിൽ 2 തവണ -ഡിഗ്രി വരുന്നുണ്ട്. ഇവർ എൻക്ലോസറിനകത്തിട്ട് വളർത്തുന്ന മാനുകളെല്ലാം ചത്തുപോവുക. അങ്ങനെ അവർ മാനുകളെല്ലാം കാട്ടിനകത്തോട്ട് തന്നെ തുറന്നു വിട്ടു കേട്ടോ. അങ്ങനെ ഡിയർ പാർക്ക് കാണുമെന്നുള്ള ആഗ്രഹം രാവിലെ പൊളിഞ്ഞു. എന്തായാലും ഊട്ടി വരെ വന്നതല്ലേ, വെറുതെ ലേക്ക് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പം ലേക്കിനടുത്ത് വന്നേ കേട്ടോ. ലേക്കിനടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാനും ചുറ്റും ലേക്കിലോട്ട് നടക്കാൻ വേണ്ടി റെഡിയാവുന്നു. ലേക്കിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങേയറ്റം മുതൽ ഇങ്ങനെ അവിടെ നിന്ന് ലേക്ക് കിടക്കട്ടോ. കൊടൈക്കനാൽ പോലല്ല, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിന് അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലേക്ക് വിസിറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. ഓഫ് ഡേ ആയിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ. കൊടൈക്കനാലിലെ ലേക്കിൻ്റെ ആ ഒരു സെറ്റപ്പ് പോലല്ല ഇവിടെ അത്യാവശ്യം കാര്യമായിട്ടൊക്കെ ചെയ്ത് അവർ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കാണാൻ ഒത്തിരി അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ബോട്ടിങ്ങിന് വരുന്നവർക്ക് എൻജോയ് ചെയ്ത് പോവാം. ഇവിടെയുള്ള നമ്മുടെ എഞ്ചിനുള്ള ബോട്ടുകളുടെ സെക്ഷനാണല്ലോ. ഇവിടെ വരുമ്പോഴത്തേക്ക് പെഡൽ ബോട്ട് സീ സൈഡിന് അതെ പെഡൽ ബോട്ടിൽ ഇങ്ങനെ പിള്ളേരായിട്ട് ചവിട്ടി സെറ്റായി പോയിക്കൊണ്ടിരിക്കുക. ബോട്ട്സ് എല്ലാം അങ്ങോട്ടാണ് വിടുന്നത്. അങ്ങോട്ട് മറ്റേ ഷിക്കാര പോലത്തെ എഞ്ചിൻ വെച്ച സാധനങ്ങളും മറ്റേ തുഴഞ്ഞു പോകുന്നിട്ട് ഇപ്പോൾ ആ ബോട്ടുമൊക്കെയാണ്. ഏരിയ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കൊടൈക്കനാലിനെക്കാട്ടിലും ലേക്കിന് ഏരിയ കൂടുതലുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബോട്ടിൽ വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡെക്കുകൾ പണിഞ്ഞിങ്ങനെ മുമ്പോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലെല്ലാം ഡെക്കുകൾ ഇഷ്ടംപോലെ പണിഞ്ഞിങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ തുഴഞ്ഞുകൊണ്ടിരുന്ന ബോട്ടും പെഡൽ ബോട്ടുകൾക്കും ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലൈൻ ഇങ്ങനെ പോകുന്നതിന് ഇപ്പുറത്ത് വേണം ആ പെഡൽ ബോട്ടുകളും മാനുവലി ഓപ്പറേറ്റഡ് ബോട്ട്സ് എല്ലാം പോകാൻ. അപ്പുറത്തോട്ട് എഞ്ചിൻ വെച്ചേക്കുന്ന ബോട്ടുകൾക്കെല്ലാം അപ്പുറത്തെ സൈഡാണ് കേട്ടോ. അത് ഈ ഫ്ലോട്ടിംഗ് ബോട്ട്സ് ഇട്ടേക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ എഞ്ചിൻ വെച്ചേക്കുന്ന ബോട്ട്സിനെല്ലാം ഉള്ളത്. അതെന്തായാലും നല്ലത്. അപ്പോൾ എഞ്ചിൻ വെച്ച ബോട്ടുകൾ പോകുമ്പോഴത്തേക്ക് മറ്റേ ബോട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നമ്മളെന്തായാലും മുന്നിൽ തോന്നണം. ഇവിടേക്ക് ഇങ്ങനെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിള്ളേർക്കൊക്കെ ടൈം സെൻഡ് ചെയ്യാൻ വേണ്ടി ചെറിയ റൈഡ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇതാണ് കേട്ടോ ആ ഒരു എൻട്രൻസിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ലേക്കിൻ്റെ അടുത്തൊന്ന് മിനി ട്രെയിൻ ഉണ്ട് കേട്ടോ. മിനി ട്രെയിൻ സ്റ്റേഷൻ ആയത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റി 10 മിനിറ്റ് റൈഡ്, 60 രൂപയാണ് പെർ പേഴ്സൺ ടിക്കറ്റ്. 2 കിലോമീറ്റർ പോയി റൈഡ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ വരും. മൊത്തത്തിൽ 10 മിനിറ്റ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എക്സിറ്റ് അടിക്കാം. ഇതൊക്കെ ഫുള്ള് ഫാമിലി ആയിട്ട് വരുന്നവർക്കുള്ള സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ ബാച്ചിലേഴ്സിനെ എക്സിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് വല്ല കാടോ മേടോ ഒക്കെ തപ്പി വേണ്ടി. ഇതിൻ്റെ മേളിൽ കുതിരഷെഡാണ്. ഇവിടെ നല്ല കിഡിലൻ രണ്ടാമന്മാരെ കൊണ്ട് വരുന്നുണ്ട്. ഇത് ഇന്ത്യൻ ബ്രീഡ് കേട്ടോ. കത്തിയാവാടി ഉമ്മാർ നല്ല ആറ്റിറ്റ്യൂഡ് സാധനമാണ്. നമ്മൾ കൊടൈക്കനാൽ കണ്ട പോലെ ഇംഗ്ലീഷ് വേഴ്സിൻ്റെ അത്രയും സൈസ് ഉമ്മാർക്ക് വരത്തില്ല, ഹൈറ്റ് ഉമ്മാർക്ക് വരത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കുതിരയ്ക്ക് വില വരുന്നത് 3.5 ലക്ഷം രൂപയുണ്ടോ. കിഡിലൻ ആറ്റിറ്റ്യൂഡ് ഉമ്മാർക്കുള്ളത്. ഉമ്മാരുടെ ഒരു പ്രത്യേകത കേട്ടോ. ഉമ്മാരുടെ ചെവി ഇങ്ങനെ വളഞ്ഞ് മേപ്പോട്ട് കൂട്ടിയിരിക്കുന്നത് എല്ലാം നല്ല കിഡിലൻ ബ്രീഡ് കേട്ടോ. സാധനം നല്ല ബ്ലഡ് ലൈനാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് തന്നെ നല്ല കിടുക്കാച്ചി സാധനങ്ങൾ. ആ നടുക്ക് നിൽക്കുന്നവനെ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. ഇവർക്ക് റേറ്റ് കൂടുതലാണ്. നമ്മുടെ കൊടൈക്കനാലിലുള്ളതെല്ലാം റീസോഴ്സസ്, അത് ഹൈറ്റ് കൂടുതലാണ്, ഭയങ്കര സൈസും കാണാൻ ഭയങ്കര എടുപ്പാണ്. പക്ഷെ അതിവിടെ അലവിടല്ല. ഇവിടെ തന്നെ വളർത്തിയ ജയിലിൽ പോകും. ഇവിടെ ഇന്ത്യൻ ബ്രീഡ്സേ പറ്റത്തുള്ളൂ ഊട്ടിയിൽ. ഇവൻ്റെ പേര് രാഖി കണ്ടോ, യൂട്യൂബറോ. കുതിര റൊമ്പ പിടിക്കും. നല്ല കിണ്ണം കാച്ചി സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങും. ഇവിടെ ഞങ്ങൾ ബാച്ചിലേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്, ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും വല്ല ഗ്രാമങ്ങളോ എന്തെങ്കിലുമൊക്കെ തേടി പോകാം. ഇത് ഫുൾ ഫാമിലി കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് ഉള്ള സ്ഥലങ്ങളാണോ. ലേക്കിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വണ്ടി പാർക്കിംഗ് നടത്തുന്ന വണ്ടി എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാം. നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലൊന്ന് കാണാം. അവിടെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുന്നത്, കണ്ണിന് കുളിർച്ചയാകുന്ന കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടിട്ട് അടുത്ത സ്പോട്ട് പിടിക്കാം. ഇപ്പം എന്തായാലും ഇവിടെ വെതർ മാറി കേട്ടോ. രാവിലെ നൈസ് വെയിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേ മഴക്കോളായി നല്ലോണം തണുപ്പ് വരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല കോട കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് ഊട്ടിയുടെ സിറ്റി സ്ക്വയർ ആണ് കേട്ടോ. കറക്റ്റ് ടൗണിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇതാട്ടോ സെന്റർ. ഇവിടെ നിന്നാണ് നമ്മളിനി ഓരോരോ സ്ഥലത്തോട്ട് വന്നത്. നമ്മൾ ബാക്കിൽ നിന്ന് വന്ന വഴി ബോട്ട് ഹൗസ്, നമ്മുടെ ലേക്ക് അവിടോട്ടൊക്കെ വരുന്ന വഴി, അങ്ങോട്ട് അപ്പർ ഭവാനി അങ്ങോട്ടൊക്കെ കയറി പോകുന്നത് വഴി നമ്മൾ ഈ സ്ട്രൈറ്റ് റോഡ് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ മലയുടെ മേളിലൊക്കെ ഫുള്ള് ഗ്രാമങ്ങൾ കാണാം. ഗ്രാമങ്ങളല്ല, ഇത് ടൗൺ ആട്ടോ. അപ്പൊ ടൗൺഷിപ്പ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൊടൈക്കനാലിനെക്കാട്ടിലും ഊട്ടി ഭയങ്കര വലുതാട്ടോ. കൊടൈക്കനാൽ ആ ഒരു ഇത്തിരി സ്ഥലത്ത് എല്ലാ സംഭവങ്ങളും തീരും. പക്ഷെ ഊട്ടി അങ്ങനല്ല. ഊട്ടി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൽ ഇങ്ങനെ പരന്ന് കിടക്കും കേട്ടോ. അതുപോലെ കൊമേഴ്ഷ്യലി നോക്കുമ്പോൾ വലിയൊരു ടൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നല്ലതൊക്കെ നോക്കി പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരം വണ്ടി ഡ്രൈവ് ചെയ്യണം കേട്ടോ. ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്ക് ഫുൾ തിരക്കാണ്. കൊടൈക്കനാൽ ആ ഒരു ടൗണിൽ സംഭവം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടെ പക്ഷെ അങ്ങനല്ല. ആ മലകളിലെല്ലാം മേപ്പോട്ട് നോക്കുമ്പോൾ ടൗൺ അങ്ങോട്ടെല്ലാം ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുവാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടുള്ള റോഡാട്ടോ ഫ്രണ്ടിൽ. ഫുള്ള് തിരക്കാണ്. കൊച്ചു കൊച്ചു റോഡുകളും അതുപോലെ തന്നെ ബിൽഡിങ്സ് ആണ്. രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല തിരക്കാണ്. ഊട്ടി ടൗണിനകത്തെ തിരക്കാട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ വലിയ ബിൽഡിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലക്സ് ആയിട്ട് കടകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എല്ലാം ഒറ്റ ഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ഫ്ലോർ അങ്ങനെ അതിനകത്ത് കടയും കാര്യങ്ങളെല്ലാം തീരുവാണ്. നോക്കുമ്പോഴത്തേക്ക് റോസ് ഗാർഡൻ 1 കിലോമീറ്റർ. റോസ് ഗാർഡൻ ആയിരിക്കും നമുക്ക് പോകാറുള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയാം. നമുക്ക് എന്തായാലും ഈ പോലീസിനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചോ സാർ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഓക്കെ. നമ്മളിത് ഇവിടുന്ന് റൈറ്റ് ഇറങ്ങണേ. അത് 1 വേ അങ്ങോട്ട്. തിരക്ക് നോക്കി. വഴിയുടെ ഒക്കെ വീതി എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല കേട്ടോ. കഷ്ടി ഒരു വണ്ടി പോകാം. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പെടും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെയും ഫുള്ള് 1 വേ സിസ്റ്റം. കൊടൈക്കനാൽ പോലെ തന്നെ ഫുള്ള് 1 വേ സിസ്റ്റം തന്നെയാണ്. റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടും രണ്ട് തന്നെ കേട്ടോ. അത് റോസ് ഗാർഡനിലോട്ടുള്ള വഴി. അത് ഗവൺമെന്റ് റോസ് ഗാർഡൻ. നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് പോകേണ്ടത്. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി അധികം കാഴ്ചകളുണ്ടാവും. നമ്മൾ പ്ലാൻ മാറ്റി കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഉപേക്ഷിച്ചു. ആ ഏരിയയിൽ എങ്ങും അടുക്കാൻ പറ്റത്തില്ല. പാർക്കിംഗ് കിട്ടുന്നില്ല. നല്ല തിരക്കുണ്ട്. കിലോമീറ്റർ അപ്പുറത്തൊക്കെ വണ്ടി കൊണ്ടിട്ട് നടക്കണം. വയ്യ, നടക്കാൻ വയ്യ. പാർക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തിരക്കാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വീക്കെൻഡ് ഒന്നുമല്ല, എന്നിട്ടും നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ച് ടൗണിൽ നിന്ന് കയറാന്ന് വിചാരിച്ചു. കുറേ നേരം ടൗണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്കാം. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഉപേക്ഷിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ലൂക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ചർച്ച് ഉണ്ട്, പഴയ ബ്രിട്ടീഷുകാരുടെ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാൻ പറ്റി ഒരു ഒഴിഞ്ഞ പോകുന്നില്ല. ആളും ബഹളവും തിരക്കൊന്നുമില്ല. നമുക്ക് എന്തായാലും അതൊന്ന് പോയി കാണാന്നുള്ള പ്ലാനിൽ നമ്മൾ ചർച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിത് വണ്ടി ഇപ്പോൾ റോഡിന്റെ സൈഡിലോട്ട് പാർക്ക് ചെയ്തു. ഇവിടുന്ന് ഈ സൈഡിൽ കാണുന്നതാണ് ചർച്ച്. ഈ കാണുന്നതാണ് ചർച്ച്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി പോയി ചർച്ച് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മളിത് പള്ളിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ പള്ളിക്കകത്തോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഷയിലും ബൈബിൾസ് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ പള്ളി കേട്ടോ. 1830 പണിഞ്ഞ പള്ളിയാണ്. ഒരു ചെറിയ പള്ളിയാണ്. വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക്. ഇതേ പള്ളിയുടെ അൽത്താരയും കാര്യങ്ങളൊക്കെ നോക്കി. തടി കൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ. പില്ലേഴ്സൊക്കെ നോക്കി. പള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ഉറച്ച് സംസാരിക്കാത്തത്. മേളിലോട്ടൊക്കെയുള്ള നിർമ്മിതിയും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം തടി കൊണ്ടുള്ളൊരു ഫ്ലോറാണ് കേട്ടോ മെയിനിൽ. നിലവിൽ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ് കേട്ടോ. ഇതാണ് പള്ളിയുടെ മദ്ബ വരുന്നത്. പഴയ കാലത്തെ ആ തടി കൊണ്ടുള്ള വർക്കും കാര്യങ്ങളും പില്ലേഴ്സും അതുപോലെ തന്നെ അകത്ത് തന്നെ കുറച്ച് കളറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കുറച്ച് കളറും കാര്യങ്ങളും അകത്ത് തന്നെ ഉണ്ട്. ഗ്ലാസ്സിലൊക്കെ പെയിൻറ്റിങ് വർക്കൊക്കെ നോക്കി. ഒരു ഭയങ്കര ഡിവൈൻ ഫീലിംഗ് ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി മാർബിളിൻ്റെ വർക്കാണ് ഇതൊക്കെ. ഇതിനുള്ളിൽ തന്നെ കുറേ പേരുടെ മെമ്മോറിയലിൽ കുറേ ഫലകങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. നമുക്കിത് മെയിനിലും ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ പേരുടെ മെമ്മോറിയൽ ഫലകങ്ങൾ കാര്യങ്ങളെല്ലാം അതെല്ലാം ബ്രിട്ടീഷുകാരാണ് കൂടുതലും അതെല്ലാം കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഏകദേശം 200 വർഷം പഴക്കമുള്ള പള്ളിയാണ്. 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പള്ളിയായിരുന്നു. ഇതിൻ്റെ വിൻഡോസും കാര്യങ്ങളെല്ലാം നോക്കി പൈൻ വുഡാണെന്ന് തോന്നുന്നു. അതിലെല്ലാം പണിഞ്ഞ് ആ പഴയ നിർമ്മിതികൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കുറേ ബ്രിട്ടീഷേഴ്സിൻ്റെ കല്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ബാക്കിലോട്ട് വന്നത്. മതി. ഇവിടെ ഇങ്ങനെ കാണുന്നത് മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കല്ലറ കേട്ടോ. നമ്മളതിന് സെമിത്തേരിയിലോട്ട് വന്നു. നമുക്ക് സെമിത്തേരിക്ക് ഒന്ന് കയറി നടന്ന് കാണാമേ. എനിക്കിതുപോലുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളോണിയലിസം ആ ഒരു സമയത്തൊക്കെ സംഭവങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. എനിക്കിത് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ രസമാണ്. ഇതെല്ലാം ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടോ. സെമിത്തേരിയിലെ മുള്ളംപന്നിയാട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി കാട്ടിനകത്ത് കയറിയതാണ്. ഇത് നോക്കി, ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ടതേ. അവൻ്റെ ഉടുപ്പൊക്കെ നോക്കി. ഇത് അന്ന് ഒത്തു കാണിച്ചേ. എൻ്റെ അതിനകത്തുണ്ടായിരുന്നെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞത്. ഇവിടെ ഈ ഒരു ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു അരി എൻ്റെ ഇത് കണ്ടോ. ഈ അരി ജസ്റ്റ് നമ്മുടെ ഡ്രസ്സിലൊന്ന് കൊണ്ടാൽ മതിയോ, അപ്പോഴേ നമ്മുടെ ദേഹത്തെല്ലാം അങ്ങ് കൊണ്ടുകയറും. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയത്
ജസ്റ്റ് കയറിയതേ ഉള്ളൂ, 2-3 ഫോട്ടോസ് എടുത്താൽ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് ഈ കുരിശിൻ്റെ കളറുടെ കാര്യം പറയട്ടെ. ഇത് ഈ ഒരു കളറാണോ, ഇത് മാർബിളിനകത്ത് ഈ ഒരു കുരിശ് കെട്ടിയിട്ട് അതിനകത്ത് ഇതുപോലൊരു പ്ലാന്റ് ഇങ്ങനെ പോകുന്ന പോലെ മാർബിളിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനമാണ്. ഇതിനകത്ത് ഇയറൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ വലിയൊരു സംഭവം. ഈ കളറുകളൊക്കെ നോക്കി, ഇതൊക്കെ എന്തായാലും ഉറപ്പായിട്ടും 10-20 വർഷം പഴക്കമുള്ളതായിരിക്കും കേട്ടോ. അതെ, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എൻ്റെ പാൻറ് നോക്കി. സെമിത്തേരി ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ടേ. ഈ സെമിത്തേരി ഇങ്ങനെ കിടക്കും കേട്ടോ. ഇത് 1872 മരിച്ച ഒരാളുടെ കല്ലറയാണ്. അതിനകത്തൊക്കെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ അപ്പോൾ അതിന് മുമ്പേ ഉള്ളതായിരിക്കും. അതായിരിക്കും അതിനകത്തൊന്നും ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. മാർബിളിനകത്ത് കൊത്തി ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ അത് കാലങ്ങളൊക്കെ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു തുടങ്ങി. ഗൈസ്, 1849 മരിച്ച ജോൺ ജേക്കബ് എന്ന് പറഞ്ഞൊരു ലെഫ്റ്റനൻ്റ് കല്ലറ കേട്ടോ. 1849 എത്ര വർഷമാണെന്ന് ആലോചിച്ചു. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഊട്ടിയുടെ ആ ഒരു സമയത്തെ പേര് കണ്ടോ, ഊട്ടിക്കാമണ്ട് എന്നായിരുന്നേ. ഇപ്പം ഉദകമണ്ഡലം. ഈ ഉദകമണ്ഡലമാണ് ഊട്ടി എന്നറിയപ്പെടുന്നത്. മേപ്പോട്ടെല്ലാം കല്ലറകളാണ് കേട്ടോ. എല്ലാം കാട് പിടിച്ച് നാശമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ഒരു കല്ലറയുടെ ഓവറോൾ വ്യൂ നോക്കി. ഇവനാണ് കൊടൈക്കനാൽ, ഊട്ടിയിലെ മുള്ളം പന്നി. എല്ലാ കാര്യമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അതിലോട്ട് നോക്കി ഒരു രക്ഷയില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ദേഹത്ത് കുത്തിക്കയറും കേട്ടോ. ഞാനിങ്ങനെ പഴയ കല്ലറകളൊക്കെ കാണാൻ വേണ്ടി നടന്ന് നമ്മുടെ സെമിത്തേരി, ഇത് അവിടെ പള്ളി കേട്ടോ, സെമിത്തേരിയുടെ ഇങ്ങനെ മേൽവശത്ത് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു മാർബിൾ തീർത്തൊരു കല്ലറ നോക്കി. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി. പഴയത്. ഇത് 1876 മരിച്ച വില്യം ഗ്രഹാം എക്വോ എന്ന് പറയുന്ന ഒരാളുടെ കല്ലറ കേട്ടോ. പുള്ളി ഗവൺമെൻറ് പ്ലാന്റേഷൻ്റെ സൂപ്രണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. നീൽച്ചെറീസ് നോക്കി ഇവിടെ എഴുതിയിരിക്കുന്നത്, നീൽച്ചെറീസ്. എനിക്കൊന്നും ഇത് നീൽഗിരി എന്നായിരിക്കും കേട്ടോ. അന്നത്തെ കാലത്ത് അവർ നീൽച്ചെറീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിരുന്നത്. പുള്ളി 1876 മരിച്ചു കേട്ടോ. ഞാൻ നോക്കി വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ആരും ഇവിടെയൊക്കെ റീത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ റീത്തിനകത്തു നിന്നൊക്കെ നോക്കി ചെടികളിങ്ങനെ പൊട്ടി വളർന്നിറങ്ങുന്നു. പിന്നെ ചുറ്റും ഇങ്ങനെ റീത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ആളോ പള്ളിക്ക് വേണ്ടി എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് കേട്ടോ. കൂടുതൽ കല്ലറകളും എല്ലാം കാട് കയറി അങ്ങനെ ഇങ്ങനെ എല്ലാം കിടക്കും. ഇതുപോലെ ഇങ്ങനെ കാട് കയറി നാശമായിട്ട് കിടക്കുക. എത്രയും 1879 1879 മരിച്ച ഒരാൾ, കമീല ഹാൾ, ഒട്ടുകാമുണ്ട്. ഗൈസ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. ആ ഒരു കൊളോണിയൽ കാലത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും വർഷം ബാക്കിലേക്ക് പോയൊരു ഫീലിംഗാണ്. ഞങ്ങളങ്ങനെ പള്ളിയെല്ലാം വിശദമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ചു നേരം ഇരുന്ന് അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വിസിറ്റേഴ്സ് അങ്ങനെ നമ്മുടെ ടൂറിസ്റ്റ് അങ്ങനൊന്നും ഇല്ല. കുറച്ച് കാണാൻ വരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ വന്ന് കണ്ടുപോകുന്നുണ്ട്. ഇതാട്ടോ എൻട്രൻസ്. ഇതിലാ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഗേറ്റ്. നമ്മളപ്പോഴത്തേക്ക്
തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൗൺ അങ്ങ് വിട്ടു കേട്ടോ. ടൗണിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങൾ പിടിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പർ ഭവാനി റൂട്ടിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന റൂട്ടിൽ നമ്മുടെ വണ്ടി ഒതുക്കിയിട്ട് ഒരു കൃഷിസ്ഥലം കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ഈ താഴെ കാണുന്ന ക്യാരറ്റ് കൃഷിയാണ്. നമ്മൾ കൊടൈക്കനാലെല്ലാം കണ്ടതുപോലെ തന്നെ കേട്ടോ കൃഷി സ്ഥലങ്ങളെല്ലാം. നമ്മുടെ മലകളെല്ലാം വെട്ടി ഇങ്ങനെ തട്ടായിട്ട് നിരപ്പാക്കി അതിലാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് തന്നെ നിറഞ്ഞിങ്ങനെ നിൽക്കി നോക്കി. അതുപോലെ ഇവിടെ അടുത്ത വിളവ് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഈ ഒരു മല ഇങ്ങനെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളിലെല്ലാം നിൽപ്പുണ്ട്. അതിനപ്പുറത്ത് അടുത്ത വിത്ത് ഇറക്കിയിട്ടുണ്ട്. അടുത്തൊരു പോർഷനും അതേപോലെ തന്നെ റെഡിയാക്കി വെച്ചേക്കുന്നു. നമ്മളപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രാമങ്ങളുടെ പേര് കാണുന്നുണ്ട്. എമറാൾഡ്, എട്ടുകാട്, എടക്കാട്, അവലാഞ്ച്, മഞ്ചൂർ എന്ന് പറഞ്ഞിട്ട്. ഈ മഞ്ചൂർ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും കേട്ടോ. സ്ഥലം കുറച്ച് ഫേമസാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മളെ വണ്ടിയും കൊണ്ട് ഓടിച്ച് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കൊച്ചു വണ്ടിയല്ലേ, കുഞ്ഞു ടയറല്ലേ. നമ്മൾ ഈ റൂട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് കൃഷി സ്ഥലങ്ങൾ തെളിഞ്ഞു തുടങ്ങി കേട്ടോ. ഈ കാണുന്നത് കോളിഫ്ലവറോ ക്യാബേജോ എന്തോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ രണ്ടുപേര് കൃഷി സ്ഥലത്ത് ഇങ്ങനെ നിന്ന് കൃഷി ചെയ്യുന്നതാണ്. കോളിഫ്ലവറോ ക്യാബേജോ ഒന്നാണ്. ഇവിടെ ഫുള്ള് മല തട്ടായിട്ട് ചെത്തി വൃത്തിയാക്കി അതിനകത്ത് ഫുള്ള് കൃഷി. അതെ, ഇവിടെ നമ്മുടെ മുമ്പിലായിട്ട് കുറേ തേയിലത്തോട്ടങ്ങൾ കാണാം. ഇത് അങ്ങായിട്ട് ആ ഒരു മല നോക്കിയാൽ അത് ഫുള്ള് തേയില കേട്ടോ. അതിങ്ങനെ ആ ഇളം നിറത്തിലും അതുപോലെ തന്നെ ആ കടുംപച്ച നിറത്തിലും ആ വിളഞ്ഞ തേയിലയും ഇളം തേയിലയൊക്കെ ആയിട്ട് രണ്ട് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിൽ ഫുള്ള് പൊടി അഴുക്കുവാണ്. ഇത്രയും ദിവസം കൂടെ നോടിയതല്ല. അഴുക്കായതുകൊണ്ട് അകത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അഴുക്കിൻ്റെ ഇത് കാരണം മറവ് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് കഴുകാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ ഇറങ്ങി വന്നത് അവിടുത്തെ ആ മേളിൽ നിന്നുള്ള റൂട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടെയും മൊത്തം കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സെറ്റ് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഗോഡ് ചെന്ന് കയറി കൊടുക്കാൻ കാര്യം കേട്ടോ. അത് ഇലക്ട്രിക്കൽ ഫെൻസ് കിടക്കും മുമ്പിൽ. ഞാൻ ശ്രദ്ധിക്കാതെ നേരെ നടന്നിങ്ങി വന്ന് ഇന്ന് അടിച്ചവിടെ ഇരുന്നേരെ. ഇതേ നോക്കിയേ, ഇതൊക്കെ ക്യാരറ്റ് തന്നെ കേട്ടോ. ക്യാരറ്റ് തന്നെ നട്ടേക്കുന്നത്. ഇതാ അടിപൊളി. ഇവരുടെ കൃഷി സ്ഥലങ്ങൾ ഈ ഉള്ള സ്ഥലത്ത് മലയും കാര്യങ്ങളും എല്ലാം വെട്ടി നിരപ്പാക്കി അതിനകത്ത് തന്നെയാണ് ഇവരുടെ കൃഷിയും പരിപാടിയും കാര്യങ്ങളും എല്ലാം. ഇത് കൃഷി സ്ഥലത്തോട് വെള്ളം എത്തിക്കാൻ വേണ്ടി അവിടെ നിന്നൊരു നീർച്ചാൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കൊടൈക്കനാൽ പോലെല്ലാം തോന്നുന്നു. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് സ്പ്രിംഗ്ലറുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ച് ഇവർ മോട്ടർ അടിച്ച് അങ്ങനെയൊക്കെ ആയിട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ജിത്തു അവിടെ നിന്ന് ബാക്കിൽ നിന്ന് കന്നാസ് എടുത്തിട്ട് നമുക്ക് വണ്ടി മൊത്തത്തിൽ എന്തായാലും അഴുക്കായി കിടക്കും. എന്തായാലും ഇപ്പോഴേ കഴിയുന്നില്ല. കന്നാസിൽ നിന്ന് ആ കപ്പിലോട്ട് വെള്ളം പകരാം. എന്നിട്ട് അത് നമുക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുക കേട്ടോ. അപ്പോഴത്തേക്ക് അഴുക്കിങ്ങളായി പോരും. നമ്മുടെ കയ്യിൽ ഫൈബർ ഇരിപ്പുണ്ട്, മൈക്രോ ഫൈബർ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ ആ വണ്ടിക്ക് അകത്ത് എവിടെയോ ആണ്. നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടുവന്ന വെള്ളവും കാര്യങ്ങളൊക്കെ തീരാറായി കേട്ടോ. അത് ഇവിടെന്നെങ്കിലും ഒന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്നലെ എല്ലാം നടന്ന് നോക്കിയിട്ട് ഇവിടെ ടൗണിലൊന്നും വെള്ളം കിട്ടാനില്ല. ഇവിടെ പെട്രോൾ പമ്പുകളിൽ വെള്ളമില്ല. അങ്ങനെയൊക്കെ വെള്ളത്തിന് ഭയങ്കര വിഷയമുള്ള ഏരിയ കേട്ടോ. ഇത് കൊടൈക്കനാൽ പോലെ അല്ല. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഗ്ലാസ് എല്ലാം കഴുകി വൃത്തിയാക്കി മുമ്പോട്ട് തന്നെ നീങ്ങാം. വന്നപ്പോഴത്തേക്ക് നമ്മൾ റിസർവ് ഫോറസ്റ്റിനകത്ത് കയറിയെന്ന് തോന്നുന്നു കേട്ടോ. വഴി ഫുള്ള് തിക്കായി, രണ്ട് സൈഡിലും മരങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ലഷ് ഗ്രീനറി ആയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഞ്ചൂര് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിനകത്തൂടെയാണ്. കേരളത്തിൽ അട്ടപ്പാടി വഴിയും അങ്ങോട്ട് വരാം. അപ്പോൾ എന്തായാലും ഫോറസ്റ്റിനകത്തോട്ട് വരുന്നുണ്ട്. മുമ്പിലോട്ടുള്ള വഴിയൊക്കെ നോക്കി ഫുള്ള് ഇടതൂർന്ന് കാട് കറുത്ത് ഇരുണ്ട്. നല്ല രസമുണ്ട്. ക്ലൈമറ്റും മാറി കേട്ടോ. നല്ല തണുപ്പും ആ ടൗണിലെ ബഹളത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടല്ലോ. സത്യം അവിടെ കിടന്ന് തിക്കും തിരക്കും. കുഞ്ഞു റോഡാണ്. കുഞ്ഞു റോഡും ഒരുപാട് വണ്ടിയും ഇടിയും ബഹളവും. അതിനകത്തുനിന്ന് മാറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്. ഈ മുമ്പോട്ടുള്ള വഴികളൊക്കെ നോക്കി യൂക്കാലിക്കാടും കാര്യങ്ങളൊക്കെ മുമ്പിൽ കാണാമേ. ഇവിടെ കൊള്ളാം. എന്തായാലും അടിപൊളി. നമ്മൾ ഈ റൂട്ടിലെ ഫസ്റ്റ് വില്ലേജിലെത്തി കേട്ടോ. ഇത് മുത്തവര എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അത്യാവശ്യം കൊടൈക്കനാലിലെ ഗ്രാമങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് അത്യാവശ്യം ഡെവലപ്മെന്റും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി വണ്ടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് കാണാം. കൊടൈക്കനാലിൽ പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കുറവാണ്. ഈ സൈഡിൽ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നോക്കും. നമ്മളത് ഈ ഗ്രാമത്തിന്റെ ഒരു സെൻട്രൽ പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ റൂട്ടില്. ഈ റൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ഗ്രാമം വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ബാക്കിൽ ഒരു മലയുടെ വ്യൂ നോക്കി. പഴയ ട്രാക്ടർ മുമ്പിക്ക്
കൃഷി സ്ഥലത്തിന്റെ കളിയോട് കളിയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇവർ ഈ മല ചെത്തി കൃഷിയോട് കൃഷിയാണ്. എന്തായാലും കൊള്ളാതെ. ഇതിപ്പോ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ. ഒരുപാട് സിനിമയിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ആ ഒരു സ്കൂൾ ഇതാണ് ഗൈസ്. അടിപൊളി. ഇതുപോലൊരു സ്ഥലത്ത് തന്നെ അടിപൊളിയായിരിക്കും അല്ലേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ. നമ്മളിത് ഓടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ക്യാരറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ കൊണ്ടാണ് ഈ കൃഷി സ്ഥലത്തിൽ നിന്നെല്ലാം ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് ലോഡ് ചെയ്ത് ഇവിടെ നിന്നാട്ടോ ഈ സാധനം എല്ലാം കീറി പോകുന്നത്. ഗൈസ് ക്യാരറ്റ് ഇങ്ങനെ കൃഷി സ്ഥലത്തു നിന്ന് നേരെ ലോറിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വാഷ് ചെയ്ത് ഈ മിഷൻ വഴി കയറി അതിനകത്തുനിന്ന് ബാക്കി ചെളിയും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്താണ് കാണുന്നോണ്ടിരിക്കുന്നത് നമ്മളത്. ഇതൊക്കെ ഇത് കൊണ്ടുവന്ന ക്യാരറ്റ് കേട്ടോ. ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പോവാ, നല്ല ഓറഞ്ച് കളറിൽ അടിപൊളി. ഇത് ഡയറക്റ്റ് കൃഷി സ്ഥലത്തു നിന്ന് വന്നത് ഇതുപോലെ കഴുകി ക്ലീൻ ആക്കി വെച്ചേക്കുന്നത്. ഈ മിഷനകത്തൂടാണ് പോകുന്നത്. ഈ മിഷനകത്ത് പോയി അകത്തൂടെ പ്രോസസ്സിങ് നടന്ന് ചെളിയെല്ലാം അവിടെ തന്നെ വീണ് എന്നിട്ട് ആ ബെൽറ്റ് വഴി അപ്പുറത്തിറങ്ങും. ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക സംഭവം. ഇതിലേ കയറി ഇതിലേ വന്നത് ഇവിടെ വന്നിറങ്ങും. നോക്കുമ്പോഴത്തേക്ക് തറയിലെല്ലാം ക്യാരറ്റിങ്ങനെ നടക്കുമല്ലോ. അടിപൊളി. നല്ല ഫ്രഷ് ക്യാരറ്റിങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നു ചാക്കിനകത്ത്. ഓരോ ചാക്കിലോട്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അടിപൊളി. ഇവിടുന്ന് ഇലയും കാര്യങ്ങളൊക്കെ പറിച്ചുള്ളത് നോക്കി ക്യാരറ്റിൻ്റെ. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കഴിഞ്ഞിട്ട് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. തറയിലെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് ക്യാരറ്റ്. നമ്മൾ സാറിനാണ് ഈ സ്മോൾ സ്കെയിൽ കൃഷിക്കാരൊക്കെ അവരുടെ കൃഷി സ്ഥലത്ത് തന്നെ ഇട്ട് വലിയ കൊട്ടയ്ക്കകത്ത് കാലുകൊണ്ട് ചവിട്ടി ക്ലീൻ ചെയ്ത് അങ്ങനെ കയറ്റി വിടുന്നത് കേട്ടോ. ഇത് ഇത്തിരി വലുതായിട്ടുള്ള പരിപാടിയാണ്. ഇവർ കൃഷി സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് അവിടുന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തോട്ട് കച്ചവടത്തിനായിട്ട് അയക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഓടിയപ്പോഴത്തേക്ക് ജിത്തുവിനെ കുറച്ച് ഫ്രണ്ട്സ് ജിത്തുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി റോഡിൽ നിൽപ്പുണ്ട്. വണ്ടി ഉരുണ്ടുവാ നോക്കിക്കാം നമുക്ക് ജിത്തുവിന്റെ. നീ വണ്ടി ഉരുണ്ടുവാ നോക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടോ. നമുക്ക് ജിത്തുവിന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാ ഗൈസ്, ഇതാ ഈ തിരിഞ്ഞ് നിൽക്കുന്ന കേട്ടോ കഴുതകളെ കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇതാണ് സാധനം, ലോഡ് വലിക്കുന്ന കഴുതകൾ. ഇവിടെ വളർത്തുന്നതാണോ അല്ലാത്തതാണോ എന്നറിയില്ല. അവന്മാർ ഈ വേസ്റ്റ് പിന്നിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ നുള്ളിപ്പറക്കി തിന്നിങ്ങനെ നിൽക്കുകയാണ്. വളർത്തുന്ന കേട്ടോ. കഴുത്തി കയറുണ്ട്. ഇവിടോട്ടൊക്കെ ലോഡും കാര്യങ്ങളും കൃഷി സ്ഥലത്തു നിന്നൊക്കെ സംഭവങ്ങളെല്ലാം കയറ്റി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയല്ലേ അവന്മാരെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി കേട്ടോ. നമ്മുടെ ബാക്കിലോട്ട് നോക്കി മലകളെല്ലാം ചെത്തി ഫുള്ള് കൃഷിയും അതിന്റെ ബാക്കിൽ യൂക്കാലിപ്സ് ആണോ പൈനാണോ അത് രണ്ടുമല്ല, അതുപോലെ വേറെ എന്തോ ഒരു ടൈപ്പ് മരവും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന ടൈപ്പ് മരങ്ങള് അത് ബാക്ക്ഗ്രൗണ്ടില് മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പെയിന്റിങ് പടം വരച്ചതുപോലെ ഭംഗിയാട്ടോ ഇവിടെ. വന്നപ്പോഴത്തേക്കൊക്കെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് കേട്ടോ. അതാ ഇവിടെയും അങ്ങോട്ട് നോക്കുമ്പോഴും അവിടെ എല്ലാം ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്.
ഭയങ്കര ഗ്രീനറിയാണ് ഇവിടെ. ആ തേയിലയുടെ ഒരു ആ ഇളം പച്ച കളറും ആകെ ഭയങ്കര ഗ്രീനറി ആട്ടോ ഇവിടെ. ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വ്യൂ കണ്ടിട്ട് വണ്ടി ഒതുക്കിയാട്ടോ. നമ്മുടെ വണ്ടി റോഡ് സൈഡിലാക്കിയിട്ട് നമ്മൾ ചാടി ഇങ്ങോട്ടാക്കി. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ. ഇത് നോക്കിയ മുമ്പില്, എൻ്റെ ദൈവമേ, നമ്മളെ പണ്ട് വീട്ടിലൊക്കെ ഭിത്തിയിലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഡ്രോയിങ്സിലെ പടങ്ങളില്ലേ വരച്ചു വെച്ചിരിക്കുന്നത്, അതുപോലൊരു സംഭവം. ഇങ്ങനെ മലകളുടെ നടുക്കായിട്ടൊരു ലേക്ക്. ഇതാന്ന് തോന്നുന്നു നമ്മൾ കാണാൻ വന്ന അവലാഞ്ചി ലേക്ക് ഇതാന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിലായിട്ട് ആകാശത്തിൻ്റെ നീലിപ്പും ഈ താഴത്തെ ഈ പച്ചപ്പും. ലേക്ക് നോക്കിക്ക്, അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല സംഭവം. കാണാനായിട്ട് ഭയങ്കര ഭയങ്കര ഭംഗി കേട്ടോ സംഭവം. ഇവിടുന്ന് താപ്പോട്ടല്ലേ, പോർത്തിയാട്. അതിൻ്റെ അടുത്ത് എല്ലാം പറ്റുമോ ലേക്കിന്റെ? പറ്റത്തില്ല. നമ്മൾ ഈ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് പോർത്തിയാട് എന്ന് പറയുന്ന ലേക്ക് കേട്ടോ. അവിടെ ഒരു വില്ലേജ് ഉണ്ട് പോർത്തിയാട് എന്ന് പറഞ്ഞിട്ട്. ആ വില്ലേജിലുള്ള ലേക്കാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം. നമ്മുടെ ഈ കാണുന്ന ആ ഒരു മലയുടെ അപ്പുറത്താണ് അവലാഞ്ചി എന്ന് പറയുന്നത്. അവലാഞ്ചിയിലേക്ക് ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്തായിരിക്കും, അടിപൊളിയായിരിക്കും അല്ലടാ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ നോക്കി ഫുള്ള് തേയില കൃഷി കേട്ടോ. ഇങ്ങനെ തേയില തട്ടായിട്ട് മലയെല്ലാം ചെത്തി ഇങ്ങനെ തേയില. അതിന്റെ താഴെ ആ തടാകം. ഊട്ടിയിലാണ് നമ്മൾ. ആ ടൗണിനെക്കാട്ടിലും അല്ലേ. ടൗൺ വിട്ടപ്പോൾ തന്നെ ഭംഗി തുടങ്ങിയിട്ട്. ടൗൺ ഒരു രസമില്ല സത്യം പറഞ്ഞാൽ. ടൗൺ വിട്ട് നമ്മൾ ഗ്രാമങ്ങളിലോട്ട് കയറി തുടങ്ങിയപ്പോഴത്തേക്ക് കാഴ്ചകൾ വേറെ ലെവലായി തുടങ്ങി. ഭയങ്കര ഭംഗിയായി തുടങ്ങി കേട്ടോ. വിഷ്വൽ ബ്യൂട്ടി അല്ലേ ഊട്ടി. അങ്ങനെ നമ്മൾ ഇതളാർന്ന് പറയുന്ന വില്ലേജിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇത് ചെറിയ വില്ലേജ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ ലേക്കിന്റെ വ്യൂ, നമ്മൾ ഇത്തിരി മുമ്പേ കണ്ട ലേക്കിന്റെ വ്യൂ ഭയങ്കര അടുത്തായിട്ട് ഇവിടെ നിന്നിട്ട് കാണാം. ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഊട്ടി. ഇവിടുന്ന് അവലാഞ്ചി, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവലാഞ്ചി ഇനി 14 കിലോമീറ്റർ ഉണ്ട് മുമ്പോട്ട്. ഇവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ട്രാഫിക് എന്ന് വെച്ചാൽ കൊച്ചു റോഡായതുകൊണ്ട് വണ്ടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം കാറുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കൊടൈക്കനാലിൽ നിന്നും വ്യത്യാസമായിട്ട്. നമ്മൾ കുറച്ചുകൂടി താപ്പോട്ടിറങ്ങിയത് ആ ലേക്കിന്റെ വ്യൂ കുറച്ചുകൂടി അടുത്തായിട്ട് കാണാമേ. എൻ്റെ അമ്മോ, ഇത് നോക്കിയേ. ഓ, ഇതാ നമ്മൾ അവിടെ എവിടെയോ നിന്നിട്ടാ കണ്ടോണ്ടിരുന്ന കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതാ അങ്ങോട്ടെല്ലാം പോയി. അവിടെ ബാക്കിൽ വലുതായിട്ടുണ്ട് കേട്ടോ സംഭവം. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വല്ലാത്തൊരു വ്യൂ ആയി പോയി കേട്ടോ ഇത്. ഇല്ലടാ, കിണ്ണങ്കാച്ചി കിടുക്കാച്ചി വ്യൂ ആയിപ്പോയി. ഒരു രക്ഷയില്ല കേട്ടോ സംഭവം. ഭയങ്കര ബ്യൂട്ടി. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇതിങ്ങനെ കണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് തോന്നും. അതുപോലത്തെ ഭംഗിയാണ്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് അവലാഞ്ചി നമുക്ക് ഓടി പിടിക്കാൻ വേണം. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഊട്ടിയിൽ നിന്ന് നമ്മൾ ഔട്ട്സ്കേർട്സിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും പ്രതീക്ഷയില്ല. ഇത്രയും ഭംഗി ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഊട്ടി ഔട്ട്സ്കേർട്സിലോട്ട് ഇറങ്ങിയപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഇത്രയും ഭംഗി ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. ഇതൊരു മാരകമായിപ്പോയി. ഈ വ്യൂ ഒരു വല്ലാത്ത വ്യൂ ആണേ. വല്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഭയങ്കര രസം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഊട്ടി വരുവാണെങ്കിൽ സ്ഥലപ്പേരൊക്കെ മിനി ട്രാക്ടർ പോകുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ മിനി ട്രാക്ടർ കുറെ പോകുന്നുണ്ടേ. അപ്പൊ നീ പറഞ്ഞോ? ഉറപ്പായിട്ടും സത്യം. അവലാഞ്ചി സത്യം. ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഡ്രൈവ് നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലടാ. ടൗണിൽ നിന്ന് ഈ അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ഈ ഒരു ഡ്രൈവ് ഇവിടെ ഒന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ ബാക്കിലോട്ട് ഈ ക്യാമറയ്ക്കകത്തോട്ട് ഞാൻ ഇത് എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഇതിന്റെ അങ്ങ് ബാക്കിലും അവിടെ ഇവിടെ എല്ലാം ഇതിങ്ങനെ പരന്ന് വിശാലമായിട്ട് പന്തലിച്ച് കിടക്കും. ആ മലക്കപ്പുറം, ഇനി ആ കാണുന്ന മലക്കപ്പുറമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവലാഞ്ചിയിലേക്കുള്ളത്. ഇത് വേറെ എന്തായിരുന്നു ഇതിന്റെ ലേക്കിന്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മറന്നുപോയി. ഇത് തന്നെ ഇത്ര ഭംഗിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും. ഈ ഒരു ഡ്രൈവ് അങ്ങോട്ടുള്ള ഈ കുറെ വ്യൂ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. വരുമ്പോൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വന്നിരിക്കുക അല്ലടാ. അതേതോ ഗ്രാമമാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ കുറെ വില്ലേജസ്, തേയിലത്തോട്ടം കുറെ കാണാം. അതിന്റെ നടുക്ക് ഇതുപോലെ കുറെ വില്ലേജസ് കാണാം. ഈ തടാകം രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും മുമ്പോട്ട് നീങ്ങാം.
സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് അവലാഞ്ചി ഓടിപ്പിടിച്ചിട്ട് തിരിച്ച് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ ടൗണിലോട്ട് തിരിച്ചു പോകണോ അതോ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് വിടാം. ഇങ്ങോട്ടുള്ള ഡ്രൈവ് ഒരു രക്ഷയില്ല കേട്ടോ. അതേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ മലകളുടെയും ഈ ഒരു വഴിയുടെയും അതിന്റെ സൈഡിലുള്ള മലകളുടെയും ആ പച്ചപ്പ്, അതിൻ്റെ കൂടെ ആകാശം ഇന്ന് ഭയങ്കര പ്ലസന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ആകാശത്തിന്റെ കളറും മേഘത്തിന്റെ വെള്ള, ആകാശത്തിന്റെ നീല, ഈ പച്ചപ്പ്, അതിൻ്റെ കൂടെ ഈ റോഡ് ഭയങ്കര രസമാട്ടോ. ഒരു രക്ഷയില്ല. ആ നീ അങ്ങോട്ട് നോക്കിച്ചു താനെല്ലാം കൃഷിയാണ് കേട്ടോ. നോക്കി ക്യാരറ്റ് അത് ഇത് ഇല്ലാത്ത സാമാനങ്ങളെല്ലാം കൃഷി. എന്റെ പൊന്ന്, ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളി. പക്ഷെ മഴ പെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്ലസന്റ് ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. കോടയും കാര്യങ്ങളെല്ലാം കയറി നമ്മുടെ വ്യൂ കുറയും പോയാണ്. ഇത് പക്ഷേ നല്ല പ്ലസന്റ്, ഒരു വെയില് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെതായ ഒരു എന്താ പറയുന്നത്, ആ ഒരു സാച്ചുറേഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഊട്ടി വന്ന് ഉറപ്പായിട്ടും ഇങ്ങോട്ട് വന്നു. സത്യം. ഏകദേശം 27 കിലോമീറ്റർ ഉള്ളൂ. സത്യം. ഊട്ടി വന്നിട്ട് നിങ്ങൾ ടൗണ് ബൊട്ടാണിക്കൽ കാണാൻ അങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കോ കുഴപ്പമില്ല, കറങ്ങാതെ ഇങ്ങോട്ടൊക്കെ വന്ന അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊരു ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഈ ഒരു തണുപ്പത്ത് ഈ മലനിരകൾക്കിടെ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി അത് നല്ല റോഡാട്ടോ. ഒരു ഭയങ്കര സുഖമുണ്ട്. അപ്പം നിങ്ങൾ കൂടുതലും വരുമ്പോഴത്തേക്ക് ഔട്ട്സ്കേർട്സിലേക്ക് ഇറങ്ങും. ടൗണിലൊക്കെ മാക്സിമം നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലോ, ഒത്തിരി വന്ന് കണ്ട കാര്യങ്ങൾ കാണാത്തവർ പോയി കാണുക, ഉറപ്പായിട്ടും കാണാനുള്ളതുണ്ട്. അത് കണ്ടു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും. ആ മലയെന്ന് കാണിച്ചു കൊടുത്തണം. ആ ഒരു മുട്ട മല ചെത്തി മേളിന്ന് താഴെ ഒരു സൈസ് മല കേട്ടോ, ഹ്യൂജ് മല. അതിനെ മേളിന്ന് ചെത്തി അവിടെ മൊത്തം കൃഷിയല്ലടാ. എത്ര മലയാ നോക്കിയടാ വെട്ടി. നീ മുമ്പോട്ട് നോക്കി. എന്റെ പൊന്നോ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. യൂക്കാലി അല്ലേ ഇത്? അവിടെ യൂക്കാലിക്കാടുകളുണ്ടോ സൈഡില്? അവലാഞ്ചില് സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും വഴി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് കേട്ടോ ആഗ്രഹം. മാക്സിമം അവലാഞ്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഔട്ട്സ്കേർട്ടിൽ വണ്ടി ഇട്ടിട്ട് കുറച്ച് ഗ്രാമങ്ങൾ അത് ഇതിനകത്തൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചൊന്ന് കയറി കറങ്ങണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചെന്നാലേ അറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. ചെന്നിട്ട് നമുക്ക് സ്റ്റേ എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഒതുക്കിയിടാനും കുക്ക് ചെയ്യാനും വെള്ളത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കോളിഫ്ലവർ കൃഷിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ടോ അവര്? സ്പ്രിംഗ്ലി കേട്ടോ, വലിയ ഹോസ് വെച്ചിട്ട് അടിച്ച് വെള്ളം നനച്ചോണ്ടിരിക്കുക. മുമ്പോട്ടുള്ള വഴി നോക്കിക്കേ. എനിക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായും പൊത്തിയിരിക്കും കേട്ടോ. അതുപോലെ ഭംഗി. താഴെ ഇടതുവശത്തായിട്ട് നമുക്ക് കുറെ ഗ്രാമങ്ങൾ പിന്നെയും തെളിഞ്ഞു തുടങ്ങി. അവിടെ ഏതോ സെറ്റിൽമെന്റ്സ് കാര്യങ്ങൾ കുറെ ഗ്രാമങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ഇവിടുന്ന് ഇനി ഏകദേശം 10 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അവലാഞ്ചിക്ക്. നമ്മളിതേ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എമറാൾഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എമറാൾഡിൽ ഡാമിലോട്ട് പോകുന്ന വഴിയിലോട്ട് കയറി കേട്ടോ. ഫ്രണ്ടിലോട്ട് കാണിച്ചാൽ ഇതുപോലെ ആ വില്ലേജിൽ നിന്ന് പിന്നെ മേപ്പോട്ട് ഇതുപോലൊരു ചെറിയ വഴി നമ്മൾ മേപ്പോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഡാമിലോട്ട് പോകുന്ന വഴിക്ക്. ഇതിപ്പം എമറാൾഡ് ഫേമസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡാമുണ്ട്, അതുപോലെ തന്നെ അവലാഞ്ചിയിലും ഡാമുണ്ട്. നമുക്ക് എന്തായാലും രണ്ടൊന്ന് കണ്ടു നോക്കാം. നമ്മളിതേ വഴി ഇങ്ങനെ മുമ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കുത്തുകയറ്റമായിരുന്നു. ഈ കുത്തുകയറ്റം കയറി വരുമ്പോൾ ഇവിടെ എവിടെയോ ആണ് ഡാം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഡാമിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റത്തില്ല. ഗേറ്റ് ലോക്ക് ചെയ്തേക്കും, അവിടെ തുറന്നിട്ടുണ്ട്. നമുക്ക് നടന്ന് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം. എന്തായാലും നമ്മള് ഒരു 3-4 കിലോമീറ്റർ ആ കണ്ട ജംഗ്ഷനിൽ നമ്മളൊരു 3-4 കിലോമീറ്റർ ഓടി മേപ്പോട്ട് വന്നു കേട്ടോ. ഡാമിനടുത്ത് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇതുവഴിയാണെന്ന് തോന്നുന്നു. റോഡ് രണ്ട് സൈഡിൽ കാണുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന വഴി കൂടെ ഒന്ന് കയറി നടന്നു നോക്കാം, കാണാൻ പറ്റൂലെന്ന് അറിയത്തില്ല. ഏകദേശം ഇതുവഴി പബ്ലിക്കിന് അലൗഡ് അല്ല കേട്ടോ. ഇതിന് സൈഡിൽ കൂടെ എമറാൾഡ് ഇടാം. ഇതിന് സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതിൻ്റെ മേളിൽ കൂടെ കയറി നമുക്കതിൻ്റെ വ്യൂ പക്ഷേ കാണാൻ പറ്റും. നമുക്ക് ഡാമിൻ്റെ അകത്തോട്ട് അതിൻ്റെ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ മറ്റേ
പൈപ്പസും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നോക്കിയേ. വാവ്, ഇവിടെ ചുമ്മാ കിടക്കുന്ന സ്ഥലത്തിന് പോലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ പൂക്കളും കളർഫുള്ള് പൂക്കളും ഇതൊക്കെ നാട്ടിൽ കാശ് കൊടുത്ത് ലോണിൽ സെറ്റ് ചെയ്യുന്ന പുല്ലുകളാണ്. എന്തോടാ? ഓ ഗൈസ്, കാട്ടുകുഴി ആ അതേണ്ട അവിടെ തെളിഞ്ഞു തുടങ്ങി കേട്ടോ ഡാമിൻ്റെ വ്യൂ. നമുക്കിതിലേ നടന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ മുമ്പിൽ കാണുന്ന കേട്ടോ എമറാൾഡ് ഡാം. നമ്മളിത് ഡാമിൻ്റെ മേലിലൊരു സ്ഥലത്ത് നിന്ന് ഡാം ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുക. അവിടെ നോക്കി ഒരു തുരുത്ത് പോലെ നല്ല രസമുണ്ട് കേട്ടോ, ഡാമിൻ്റെ നടുക്കൊരു തുരുത്ത്. ഇവിടെ നോക്കി ഇത്രയാണ് കേട്ടോ ഡാമിൻ്റെ ഒരു ഓവറോൾ വ്യൂ. നമ്മളിങ്ങനെ താഴെ നിന്ന് കയറി വന്നിട്ട് ഇവിടെയൊക്കെ നിന്നിങ്ങനെ നടന്നൊന്ന് കാണുമായിരുന്നു. നമുക്ക് കുറച്ച് അപ്പുറം കൂടെ പോയി നോക്കാം, കുറച്ചൊക്കെ കാണാൻ പറ്റുമോ. ഇപ്പം കുറച്ച് മേലെത്തിയപ്പോഴത്തേക്ക് ഡാമിൻ്റെ കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടി കേട്ടോ. ഇതിങ്ങനെ ഈ പച്ചപ്പിനിടയ്ക്ക് നീല കളറിൽ പരന്ന് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കോട്ടെ ഈ ഡാം. അടിപൊളി, കണ്ണിന് കുളിർമേകുന്ന കാഴ്ച. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് നല്ലതൂടെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലോണം കാണാൻ പറ്റുന്നത്. കോട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇത്ര വൃത്തിയായിട്ട് കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം വെയിലും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവലാഞ്ചിക്ക് നീങ്ങാം. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ? ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 8-9 കിലോമീറ്റർ എന്തായാലും കാണും കേട്ടോ. നമുക്കപ്പം അവലാഞ്ചി ലക്ഷ്യമായിട്ട് നീങ്ങാം. അങ്ങനെ നമ്മൾ അവലാഞ്ചിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി 10 കിലോമീറ്റർ ഉണ്ട് മഞ്ചൂരിൽ ഓടി പിടിക്കാൻ പറ്റുമോ എന്നറിയാൻ വയ്യ. പറ്റുമെങ്കിൽ ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ അവലാഞ്ചി ഗ്രാമത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഈ വഴി ഗ്രാമത്തിലോട്ടുള്ള വഴി കേട്ടോ. ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ 4 സൈഡിലും തേയിലക്കൃഷി മാത്രമേ കാണാനുള്ളൂ. അവിടെ നടുക്ക് തേയിലക്കൃഷിക്കെല്ലാം അവർ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നോക്കി. തേയിലല്ല, ക്യാരറ്റ് കേട്ടോ അതിന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത്. അതിന് മേളിലാണ് തേയിലക്കൃഷിയും കാര്യങ്ങളെല്ലാം കാണുന്നത്. ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ വലതുവശത്ത് കാണുന്ന ഒരു ട്രീ ഫാക്ടറിയാണ്, ഹൽക്കാട് ടീ എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവലാഞ്ചി കൂടുതലും നമുക്ക് ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് തേയിലക്കൃഷി തന്നെയാണ് കൂടുതലുള്ളത്. ഇവിടെ നമുക്ക് ഇടതുവശത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോളിഫ്ലവർ കൃഷി കേട്ടോ. അതിന്റെ ആ ഒരു ചെടിക്ക് വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ നീലിപ്പ് കളർന്നൊരു പച്ച കളറാണ് അതിന്. ഈ അവലാഞ്ചി ശരിക്കും കംപ്ലീറ്റ്ലി ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചു വന്നൊരു ഗ്രാമം കേട്ടോ. മുമ്പിൽ ആ മിനി ട്രാക്ടർ ഉണ്ടോ, ഇത് കൊള്ളാം കേട്ടോ. ഇതാകുമ്പോൾ ചെറിയ വഴി കൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. ഇത് ഞാൻ ഇവിടെ വന്നിട്ടോ ഈ മിനി ട്രാക്ടർ കാണുന്നത്. ഈ സാധനം നേരത്തെ കണ്ടിട്ടേ ഇല്ല. നമുക്ക് എന്തായാലും ഇവരെ ഓവർടേക്ക് ചെയ്ത് അവലാഞ്ചി ഗ്രാമത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് മുമ്പോട്ട് പോവാം. ഇതവിടെ നടുക്ക് ടവറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതവിടെ മേളിലെല്ലാം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നോക്കി, ഭയങ്കര രസമുണ്ട്. ക്യാരറ്റ് ഒക്കെ ഇവിടെ നല്ലോണം ഒരു ഫുള്ള് മലയൊക്കെ നിർത്തി ക്യാരറ്റ് കൃഷി തന്നെയാണ്. അതേ മുമ്പിലൊരു മല നോക്കി തേയില. ഇവിടെ 4 ചുറ്റിനും തേയില കൃഷി നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം ഈ തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും തേയില നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ആ മേളിലായിട്ട് ആ ക്യാരറ്റിന്റെ കൃഷി കേട്ടോ. അവിടെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നോക്കി, ഇങ്ങനെ സ്ക്വയറായിട്ട് അടിപൊളി. നമ്മളിപ്പോ എൻട്രി ചെയ്തിടത്തുനിന്ന് ഇനി ഏകദേശം 7 കിലോമീറ്റർ ഇതുപോലത്തെ റോഡിൽ കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ അവലാഞ്ചി എത്താൻ വേണ്ടിയിട്ട്. മുമ്പോട്ട് നോക്കിയ ഒരു ചെറിയ റോഡാട്ടോ, എന്നാലും റോഡ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടാർ ചെയ്ത റോഡ്. നാട്ടിലെ ഇവിടെ കുറെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് ഇവിടെ നല്ലോണം ജോലിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വഴി ചോദിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. അവരൊക്കെ ഏതൊക്കെ മുക്കിലും മൂലയിലും അവർ ജോലിക്കില്ലെന്നുള്ളത് ആലോചിക്കുകയാണ് ഞാൻ. മുമ്പോട്ട് നോക്കി വഴി നല്ലോണം ഇടുങ്ങിയിട്ട് ഇടതൂർന്ന കാടുകളല്ലാത്ത ചെറിയ മരപ്പടർപ്പുകൾക്കിടയിലൂടെയുള്ള വഴി. അപ്പൊ നമ്മൾ ഇതുവഴി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഏകദേശം 7 കിലോമീറ്റർ നമുക്ക് ഈ റോഡിൽ കൂടെ ഓടി പോകണം കേട്ടോ അവലാഞ്ചി എന്ന്. നമ്മള് അവലാഞ്ചിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. പെർ പേഴ്സൺ 20 rupees. പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്.
20, 40, 50. നമ്മൾ കാറ് കയറുന്നതിന് 50 രൂപ. അപ്പം മൊത്തത്തിൽ അങ്ങനെ 90 രൂപ. ദേ ഇവിടുന്ന് അങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ ആ ലേക്ക് നമുക്ക് കാണാൻ പറ്റും. ദേ ലേക്കിന്റെ വ്യൂ കണ്ടു തുടങ്ങിയോ. ഇത് ഫോറസ്റ്റ് ഏരിയ കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തെടുത്തുനിന്ന് നമുക്ക് 3 കിലോമീറ്റർ മാത്രമേ നമ്മുടെ വണ്ടി, ബൈക്ക് ഇതെല്ലാം പോകത്തുള്ളൂ. ഈ 3 കിലോമീറ്റർ പോയിട്ട് അടുത്ത ചെക്ക് പോസ്റ്റ് വരും. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ വണ്ടി ഇട്ടിട്ട് ഒരു 500 മീറ്റർ നടന്ന് 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ അതിനകത്ത് തന്നെ ഈ പൈൻ ഫോറസ്റ്റും നമ്മുടെ ഈ ലേക്ക്, പിന്നെ ഗ്രാസ് ലാൻഡ്, പുൽമേട് ഇതെല്ലാം ഉണ്ട്. അതെല്ലാം കാണാം. പിന്നെ അവിടുന്ന് മേപ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പ് എടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി എടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചെക്ക് പോസ്റ്റിൽ വണ്ടി ഇട്ടിട്ട് നടന്നെല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചും കയറാം. നമ്മളീ പൊക്കോണ്ടിരിക്കുന്ന വഴിയെല്ലാം റിസർവ് ഫോറസ്റ്റിന്റെ പാർട്ടാണ് കേട്ടോ. കാട് തന്നെയാണ്, വനപ്രദേശത്തൂടെയാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഡോണ്ട് ഗെറ്റ് ഔട്ട് ഫ്രം വെഹിക്കിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വണ്ടിക്ക് വെളിയിൽ ഈ സ്പോട്ടിലൊന്നും വെച്ച് ഇറങ്ങരുതെന്ന്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ആനയും കാട്ടുപോത്ത് ഇവയൊക്കെ സാധനങ്ങളൊക്കെ കാണുമായിരിക്കും എന്തായാലും. അപ്പൊ നമ്മൾ ഈ കാട്ടുവഴി കൂടിയാണ് അവലാഞ്ചി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതിൽ 3 കിലോമീറ്റർ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ വണ്ടിയിൽ, ബാക്കി സഫാരി. ഇത് ഇത്തിരി ഡേഞ്ചർ ഏരിയ കേട്ടോ ഈ ഫോറസ്റ്റ്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ മുമ്പോട്ട് നോക്കി, ഇപ്പൊ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. പക്ക ഒരു കാട്ടിനകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ഇരുണ്ട് തുടങ്ങി കേട്ടോ. പക്ക ഫോറസ്റ്റിനകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇടുങ്ങിയ റോഡും, എന്തെങ്കിലും ഒന്ന് വന്ന് മുമ്പിൽ ചാടിയാൽ തിരിച്ചെടുത്തോണ്ട് പോകാനുള്ള ഗ്യാപ്പ് പോലും നമുക്കില്ല കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല തിക്ക് കാടായിട്ടുണ്ട്. ഇടുങ്ങി സൂര്യപ്രകാശം ഇങ്ങോട്ട് കുറവായി, തണുപ്പും ഭയങ്കരമായിട്ട് കൂടി. എന്തായാലും യാത്ര ഭയങ്കര രസമുണ്ട് കേട്ടോ, ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മള് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് കാട് നല്ല തിക്കായി കേട്ടോ. നോക്കിയേ, കാട് നല്ല തിക്കായിട്ട് സൺലൈറ്റ് എല്ലാം പോയി, ഇരുട്ടുമായി, കൊച്ചു റോഡുമാണ്. എന്തെങ്കിലും വന്ന് മുമ്പിൽ ചാടി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എടുത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കിടലം കാട്ടിനകത്തൂടെ നമ്മൾ എന്തെങ്കിലും പൊക്കോണ്ടിരിക്കുന്നത്. ഉറപ്പാ എന്തെങ്കിലുമൊക്കെ വന്ന് മുമ്പിൽ ചാടിയാൽ കൊള്ളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് വന്ന് മുമ്പിൽ ചാടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഇട്ടിട്ട് ജീവനും കൊണ്ട് ഓടാനേ പറ്റത്തുള്ളൂ പുറകോട്ട്. മുമ്പില് പ്രകൃതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന തുരങ്കം കണ്ടോ, അടിപൊളി. ഇടയ്ക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് കിട്ടി, ഓപ്പൺ റോഡ് കിട്ടി. ഓപ്പൺ റോഡല്ല, കാട് കുറവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ തിക്ക് കാടിനകത്തോട്ട് കയറി. താഴെ ഏതോ നീരുറവ, അതിന്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. നമ്മുടെ വണ്ടി ഓടി ഒരു ഘോര വനത്തിന്റെ നടുക്കെത്തിയിട്ടുണ്ട്. അത് വെളിയിലോട്ട് അതൊക്കെന്നോട്ട് വിളിച്ചണം. ഇത് കണ്ടോ, ഒരു മാനും മാൻചാടിയും ഇല്ല, ഒരു നരിക്കുറുക്കം പോലും ഇല്ല, നമ്മള് മാത്രം. ഈ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാടിന്റെ ആ ഒരു തിക്നെസ് നോക്കി, കൊടും കാട്ടിനകത്ത് ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമുണ്ട്. ഫൈനലി നമ്മളത് അവലാഞ്ചി എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കാണുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ജീപ്പ് സഫാരിക്കുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ കിടക്കട്ടോ. നമുക്കിനി ഈ റൂട്ട് മുമ്പിലോട്ട് പോകാം. ഇതാ ഇവിടെ ലേക്ക് കണ്ടു തുടങ്ങി, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡും അതിൻ്റെ അടുത്തുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളങ്ങനെ ആദ്യം പൈൻ ഫോറസ്റ്റിലോട്ട് കയറും കേട്ടോ. പൈൻ ഫോറസ്റ്റ് എന്ന് പറയാൻ ഇത് ശരിക്കും പറഞ്ഞ ഫോറസ്റ്റ് അല്ല, പൈൻ വാലി കേട്ടോ. വളരെ കുറച്ച് മരങ്ങളേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. വളരെ കുറച്ച് മരങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് ഒരു സ്ഥലം. ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ താഴെ ഉണ്ട്. അവന്മാരെ നമ്മൾ വലിയ മൈൻഡ് ചെയ്യാതെ പോകണം. അവന്മാർ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ചാടി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്താലേ രക്ഷയുള്ളൂ. ഈ പൈൻ മരങ്ങൾ കഴിഞ്ഞിട്ട് അതിനപ്പുറത്തായിട്ട് ഇതാ ലേക്ക്, അതിന് മേളിൽ ഈ കാണുന്ന ഞാൻ തോന്നുന്നു ഗ്രാസ് ലാൻഡ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്കപ്പോൾ ലേക്കിന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം. ഈ പൈൻ മരങ്ങളുടെ ഈ ഒരു സംഭവം എന്താ ഇത്രേ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. അവിടുന്ന് ഇങ്ങനെ ഒരു തടിയുടെ കുഞ്ഞ് പാലം, ഇതിനടിയിൽ കൂടെ കുഞ്ഞൊരു നീരുറവ് പോകുന്നുണ്ട്. ഈ തടിപ്പാലം കയറി നമ്മൾ ഇതാ ലേക്കിനടുത്തോട്ട് എത്തുക. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലേക്കാണ്. അത് അത്യാവശ്യം വിശാലമായിട്ട് തന്നെ കിടക്കുന്ന ഒരു ലേക്കാണ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഫാമിലിയും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പൈൻ മരം വെട്ടി ഇതുപോലെ ഇങ്ങനെ ബെഞ്ച് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു സൈഡ് നോക്കി, ആ മലയൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ല ഇടതൂർന്ന പക്ക ഫോറസ്റ്റ് ആട്ടോ ഇത്. അതിന് താഴെയായിട്ട് നമ്മൾ ലേക്കിനടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഗ്രാസ് ലാൻഡ് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ പുൽപ്രദേശമാണ് ഇവർ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കിതിലെ ഇങ്ങനെ നടന്ന് ആ ലേക്കിനടുത്തോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. പക്ഷേ ലേക്കിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറ് സംഭവങ്ങളെല്ലാം കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്.
ലേക്കിൻ്റെ ഒരു വാസ്റ്റ് വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ. വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ബ്യൂട്ടി. അതുപോലെ ഇതിങ്ങനെ പരന്ന് അങ്ങോട്ടും കിടക്കും കേട്ടോ ഈ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഓഹ് ഭയങ്കര രസം. ഇതാ പുൽമേട്, ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പുൽമേട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ലേക്കിൻ്റെ അടുത്തൊന്നും പോകാൻ തോന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ക കാട് നടുക്ക്. ഊട്ടി ടൗണിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ഇപ്പുറം ഒരു പക്ക കാടിന് നടുക്ക് നമ്മൾ കുറച്ച് മനുഷ്യർ മാത്രം ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഉള്ളൂ. വരാതിരിക്കില്ല കേട്ടോ, അടിപൊളി പ്ലേസ് ആണ് കേടാ. അങ്ങനെ ഊട്ടി ടൗണിലെ തിരക്ക് സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഔട്ട്സ്കേർട്സിലോട്ട് ചാടി അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ എത്തി. ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, ഊട്ടിയിൽ ഇങ്ങനെയും കുറേ കാഴ്ചകളുണ്ടാകുന്നൊന്നും പ്രതീക്ഷയില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടൊക്കെയുള്ള ട്രിപ്പുകൾ പ്ലാൻ ചെയ്യണം കേട്ടോ. ഊട്ടി ടൗണിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള ട്രിപ്പുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ നല്ലതായിരിക്കും. ടൗണൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ടുള്ളവരൊക്കെ കുറച്ച് ഇതുപോലുള്ള ഔട്ട്സ്കേർട്സിലോട്ടൊക്കെ ഇറങ്ങി ഇതുപോലെ അടിപൊളി കുറേ ഗ്രാമങ്ങളും ഇങ്ങനെ കുറേ വിഷ്വൽസും ടൗണിലെ ആ ഒരു കൺജഷനും റഷും ഒന്നും ഇല്ലാതെ നമുക്ക് പീസ്ഫുള്ളായിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ബൈ.